HS Radio. Shivagiri HS Radio. Sa sa da sa ni da pa ni da ma ga ma ga re sa. Sa sa da sa ni da pa ni da ma ga ma ga re sa. ശിവഗിരി HS റേഡിയോ. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് അനന്യ സന്ദീപ്, അനാമിക, നേഹ ഫാത്തിമ, അതിഥി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. സിക്സർ അടിച്ച് CR7, 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ഏക താരം. കൂട്ടപ്പൊരിച്ചിൽ. കോർപ്പറേഷൻ ലീഗ് സത്യപ്രതിജ്ഞ ബോധവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെ മേയറുടെ ചേംബറിന് മുന്നിൽ LDF BJP കൗൺസിലർമാർ ഏറ്റുമുട്ടി. ജൂലൈ 1 മുതൽ ഇരിട്ടിയിൽ പുതിയ ഗതാഗത പരിഷ്കരണം. പാക് വ്യോമപാതയിൽ പ്രവേശിച്ച് എയർ ഇന്ത്യ വിമാനം. 52 വർഷത്തിന് ശേഷമുള്ള ഹെയ്തിയുടെ ആദ്യ ലോകകപ്പ് ഗോൾ. മൊറോക്കോയ്ക്ക് തകർപ്പൻ ജയം. പരിക്ക് തടവിലാക്കിയ 981 ദിവസങ്ങൾക്ക് ശേഷം നെയ്മർ വീണ്ടും ഒരിക്കൽ കൂടി ബ്രസീൽ ജേഴ്സിയിൽ സ്റ്റേഡിയത്തിന് നടുവിലേക്ക് ഇറങ്ങി. അറിവിന്റെ ലോകത്തേക്ക് വിസ്മയം തീർത്ത് ശിവഗിരി HSFM മെഗാ ക്വിസ് മത്സരം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. സിക്സർ അടിച്ച് CR7, 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ഏക താരം. ഒടുവിൽ ലോകമെമ്പാടുമുള്ള ക്രിസ്ത്യാനോ റൊണാൾഡോ ആരാധകർ കാത്തിരുന്ന ആ നിമിഷമെത്തി. ആദ്യ മത്സരത്തിൽ കോങ്കോയോടെ തപ്പിത്തടഞ്ഞ പോർച്ചുഗൽ ഉസ്ബെക്കിസ്ഥാനെ 5 ഗോളുകൾക്കെതിരെ തകർത്ത് വിജയവഴിയിൽ തിരിച്ചെത്തിയപ്പോൾ പിറന്നത് ചരിത്ര റെക്കോർഡാണ്. മത്സരത്തിൽ ഇരട്ട ഗോൾ നേടിയ ക്യാപ്റ്റൻ റൊണാൾഡോ ഫുട്ബോൾ ചരിത്രത്തിൽ മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത ഒരു അപൂർവ നേട്ടം കൂടി സ്വന്തം പേരിൽ കുറിച്ചു. 6 വ്യത്യസ്ത FIFA ലോകകപ്പുകളിൽ ഗോൾ നേടിയ ഭൂമിയിലെ ഒരേ ഒരു കളിക്കാരനായി ക്രിസ്ത്യാനോ റൊണാൾഡോ മാറി. 2006-ൽ തുടങ്ങിയ അദ്ദേഹത്തിൻ്റെ ഗോൾ വേട്ട 2010, 14, 18, 22 വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും തുടരുകയാണ്. ഏറ്റവും അധികം ലോകകപ്പുകളിൽ പങ്കെടുത്ത താരം എന്ന റെക്കോർഡ് ലയണൽ മെസ്സിക്കൊപ്പം പങ്കിടുമ്പോഴും കളിച്ച എല്ലാ പതിപ്പുകളിലും ഗോൾ നേടിയ എന്ന സവിശേഷത റൊണാൾഡോയ്ക്ക് മാത്രം സ്വന്തമാണ്. തുടർച്ചയായി 6 ലോകകപ്പുകളിൽ കളിച്ച ചരിത്രമുള്ളത് റൊണാൾഡോയ്ക്കും അർജന്റീനിയൻ നായകൻ ലയണൽ മെസ്സിക്കും മാത്രമാണ്. എന്നാൽ 2010-ൽ ദക്ഷിണാഫ്രിക്കൻ ലോകകപ്പിൽ മെസ്സിക്ക് ഗോൾ നേടാൻ കഴിഞ്ഞിരുന്നില്ല. തീരുമാനിക്കും. വീര്യം കുറഞ്ഞ മദ്യത്തിന് പിണറായി സർക്കാരിന്റെ കാലത്താണ് അംഗീകാരം നൽകിയതെന്നും അത് കേരളത്തിൽ വിൽക്കണമോ എന്ന് UDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. വിൽക്കാനാണ് തീരുമാനമെങ്കിൽ ബജറ്റ് നിർദ്ദേശ നികുതി ഘടനയായിരിക്കും നടപ്പാക്കുക. വേണ്ടെന്ന് UDF തീരുമാനിച്ചാൽ വിൽക്കില്ല. നികുതി ഘടന മാത്രമാണ് സർക്കാർ തീരുമാനിച്ചത്. നികുതിയുടെ കാര്യം ബജറ്റിൽ ഉൾപ്പെടുന്നതിന് വേണ്ടിയാണ് ഫയൽ ശരവേഗത്തിൽ സഞ്ചരിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പിണറായി സർക്കാരിന്റെ കാലത്ത് നൽകിയ അംഗീകാരവും സ്വീകരിച്ച നടപടികളും അക്കമിട്ട് നിരത്തിയാണ് വിവാദ വിഷയത്തിൽ സർക്കാരിന്റെ നിലപാട് മുഖ്യമന്ത്രി നിയമസഭയിൽ വിശദീകരിച്ചത്. ജൂലൈ 1 മുതൽ ഇരിട്ടിയിൽ പുതിയ ഗതാഗത പരിഷ്കരണം. പാർക്കിംഗ് നിയന്ത്രണം കർശനമാക്കും. നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിനും പാർക്കിംഗ് സംവിധാനം ക്രമപ്പെടുത്തുന്നതിനുമായി ജൂലൈ 1 മുതൽ പുതിയ ഗതാഗത പരിഷ്കരണം നടപ്പാക്കുമെന്ന് അധികൃതർ അറിയിച്ചു. ഇതിന്റെ ഭാഗമായി നഗരസഭ, പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, വ്യാപാര സംഘടനകൾ, മോട്ടോർ ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ എന്നിവർ ചേർന്ന് നഗരത്തിൽ സംയുക്ത പരിശോധന നടത്തി. ഇരിട്ടി പാലം മുതൽ പഴഞ്ചേരി മുക്ക് വരെയുള്ള ഭാഗങ്ങളിൽ വാഹന പാർക്കിംഗ്, ബസ് സ്റ്റോപ്പുകൾ, ഗതാഗത നിയന്ത്രണങ്ങൾ എന്നിവ സംബന്ധിച്ചാണ് പരിശോധന നടത്തിയത്. ട്രാഫിക് കമ്മിറ്റി ഉടൻ ചേർന്ന് അന്തിമ തീരുമാനം കൈക്കൊള്ളും. തുടർന്ന് വിവിധ സ്ഥലങ്ങളിൽ ബോർഡുകൾ, റോഡ് അടയാളപ്പെടുത്തലുകളും പൂർത്തിയാക്കി പുതിയ സംവിധാനം നടപ്പാക്കും. പാക് വ്യോമപാതയിൽ പ്രവേശിച്ച് എയർ ഇന്ത്യ വിമാനം. ഡൽഹിയിൽ നിന്നും പഞ്ചാബിലെ അമൃത്സറിലേക്ക് പോയ എയർ ഇന്ത്യ വിമാനം നിയന്ത്രണം മാറി പാകിസ്ഥാൻ വ്യോമപാതയിൽ പ്രവേശിച്ചു. ജൂൺ 22-ന് അമൃത്സർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടയിൽ ലാൻഡിംഗ് ഒഴിവാക്കി വീണ്ടും മുകളിലേക്ക് ഉയർന്നപ്പോഴാണ് വിമാനം പാക് അതിർത്തി കടന്നത്. എയർ ഇന്ത്യ അധികൃതർ തന്നെയാണ് വാർത്ത സ്ഥിരീകരിച്ചത്. ഡൽഹിയിൽ നിന്നും അമൃത്സറിലേക്ക് സർവീസ് നടത്തിയ ആകെ 479 വിമാനമാണ് പാകിസ്ഥാൻ വ്യോമപാതയിൽ അല്പം ഉള്ളിലേക്ക് കടന്നതെന്ന് എയർ ഇന്ത്യ പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. ലാൻഡിംഗ് സുരക്ഷിതമല്ലെന്ന് കണ്ട വിമാനം വീണ്ടും മുകളിലേക്ക് ഉയർത്തുന്നതിനിടയിലാണ് വീഴ്ച സംഭവിച്ചത്. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് അധികൃതർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നും എയർലൈൻ ആഭ്യന്തരമായ അന്വേഷണം ആരംഭിച്ചതായും അധികൃതർ കൂട്ടിച്ചേർത്തു. യാത്രക്കാരുടെ ജീവനക്കാരുടെയും സുരക്ഷയ്ക്കാണ് എയർ ഇന്ത്യ എപ്പോഴും മുൻഗണന നൽകുന്നതെന്നും കമ്പനി അറിയിച്ചു. നിപ്പ മുക്തമായ സംസ്ഥാനം, പുതിയ കേസുകളില്ല.
നിപ്പ പ്രതിരോധ നടപടികൾ ശക്തമായി തുടരുന്നതായി ആരോഗ്യവകുപ്പ് മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. നിപ്പ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലുള്ള ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. നിലവിൽ വളരെ ഉയർന്ന റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരും ഉയർന്ന വിഭാഗത്തിൽപ്പെട്ട 14 പേരെയും ക്വാറന്റൈനിലാണ്. കുറഞ്ഞ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 75 പേർ നിരീക്ഷണത്തിലാണ്. നിപ്പ ബാധിച്ച രോഗി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ ചികിത്സ തേടുന്നു. കൂട്ടപ്പൊരിച്ചിൽ കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ബോധവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെ മേയറുടെ ചേംബറിന് മുന്നിൽ LDF BJP കൗൺസിലർമാർ ഏറ്റുമുട്ടി. സംഘർഷത്തിൽ മേയർ VV രാജേഷ് അടക്കം 15 കൗൺസിലർമാർക്ക് പരിക്കേറ്റു. നിലത്ത് വീണ മേയർക്ക് 10 മിനിറ്റോളം എഴുന്നേൽക്കാൻ കഴിയാത്ത തരത്തിലായിരുന്നു കൂട്ടപ്പൊരിച്ചിൽ. ഇടത് കണങ്കാലിന് പരിക്കേറ്റ മേയർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി. കാലിലെ സന്ധിക്ക് പരിക്കേറ്റതിനാൽ പ്ലാസ്റ്റർ ഇട്ടു. LDFിന്റെ നികുതി അപ്പീൽ സ്ഥിരസമിതി അധ്യക്ഷ സിന്ധു ശശിയുടെ നെറ്റിയിൽ ആഴത്തിൽ മുറിവേറ്റു. പരിക്കേറ്റ ഡെപ്യൂട്ടി മേയർ GS ആശിനാഥ് ഉൾപ്പെടെ 15 കൗൺസിലർമാർ ആശുപത്രിയിൽ ചികിത്സ തേടി. പാസ്പോർട്ട് എടുക്കാൻ ചിലവേറും, അപേക്ഷയുടെ ഫീസ് കൂടി കേന്ദ്ര സർക്കാർ. ദില്ലി പാസ്പോർട്ട് അപേക്ഷയുടെ ഫീസിൽ വൻ വർധനവ്. 18 വയസ്സിന് മുകളിലുള്ളവർക്ക് 2500 രൂപയും 15 മുതൽ 18 വയസ്സുള്ള കുട്ടികൾക്ക് 1550 രൂപയുമായിരിക്കും പുതിയ 36 പേജ് പാസ്പോർട്ടുകൾക്ക് നിരക്ക്. പ്രായപൂർത്തിയായവർക്ക് 1000 രൂപയുടെ വർധനവാണ് ഉണ്ടാവുക. തൽക്കാൽ പാസ്പോർട്ടിനും ഫീസ് വർധനവുണ്ട്. 60 പേജ് പാസ്പോർട്ടുകൾക്ക് 3500 രൂപയാകും. തൽക്കാലിന് 5000 രൂപയും ഉയർത്തി. നിലവിൽ 1500 രൂപയായിരുന്നു 36 പേജ് പാസ്പോർട്ടുകൾക്ക് നിരക്ക്. ഇന്ത്യൻ പാസ്പോർട്ട് ഉള്ളവർക്ക് നിലവിൽ 27 രാജ്യങ്ങളിൽ വിസയില്ലാതെ സഞ്ചരിക്കാം. 47 രാജ്യങ്ങളിൽ വിസ ഓൺ അറൈവലിന് സൗകര്യമുണ്ട്. ഈ വിസ സൗകര്യം ഇന്ത്യക്കാർക്ക് നൽകുന്നത് 66 രാജ്യങ്ങളാണ്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റി. കേരള മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്തെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് താമസം മാറ്റി. 6 മണിക്ക് ലളിതമായ ചടങ്ങുകളോടെ ആയിരുന്നു മുഖ്യമന്ത്രിയുടെ കുടുംബസമേതമുള്ള ക്ലിഫ് ഹൗസിലേക്ക് ഗൃഹപ്രവേശനം. ഇലക്ഷൻ ഫലം പ്രഖ്യാപിച്ച 28ാം ദിവസമാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ഔദ്യോഗിക വസതിയായ കന്റോൺമെൻറ് ഹൗസിൽ നിന്ന് VD സതീശൻ താമസം മാറ്റുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരത്തെ തന്നെ ഔദ്യോഗിക വസതി ഒഴിഞ്ഞിരുന്നെങ്കിലും പൊതുമരാമത്ത് വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്നുവന്ന അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകാത്തതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് പ്രവേശനം ഇത്രയും വൈകാനിടയായത്. പ്രത്യേകിച്ച് ആർക്കും വലിയ ക്ഷണങ്ങളില്ലാതെ വളരെ ലളിതമായ രീതിയിലായിരുന്നു പാലുകാച്ചൽ ചടങ്ങ് നടന്നത്. മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിലേക്ക് മാറിയതോടെ അദ്ദേഹം ഒഴിഞ്ഞ കന്റോൺമെൻറ് ഹൗസ് പുതിയ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന് ഔദ്യോഗിക വസതിയായി ലഭിക്കും. 52 വർഷത്തിന് ശേഷമുള്ള ഹെയ്തിയുടെ ആദ്യ ലോകകപ്പ് ഗോൾ. മൊറോക്കോയ്ക്ക് തകർപ്പൻ ജയം. ഗോളുകളുടെ മഴ പെയ്ത് ആവേശ പോരാട്ടത്തിൽ ഹെയ്തിയെ തകർത്ത് മൊറോക്കോയ്ക്ക് തകർപ്പൻ ജയം. 2-4 ഗോളുകൾക്കായിരുന്നു മൊറോക്കോയുടെ വിജയം. മത്സരത്തിൽ 52 വർഷത്തിന് ശേഷമുള്ള ഹെയ്തിയുടെ ആദ്യ ലോകകപ്പ് ഗോൾ പിറന്നെങ്കിലും അത് ഓൺ ഗോളായിരുന്നു. അവസാന നിമിഷങ്ങളിൽ സുഫിയാൻ റഹീം, ഗിസൈം യാസിൻ നേടിയ ഗോളുകളുടെ കരുത്തിലായിരുന്നു ഹെയ്തിയുടെ കന്നി ലോകകപ്പ് പോയിന്റ് സ്വപ്നങ്ങളെ മൊറോക്കോ തകർത്തത്. മത്സരത്തിൻ്റെ 10ാം മിനിറ്റിൽ ഹെയ്തിയുടെ ലെനി ജോസഫിൻ്റെ ഫ്ലിക്ക് മൊറോക്കോ ഗോൾ കീപ്പർ യാസിൻ ബോണോയുടെ ദേഹത്ത് തട്ടി വലയിൽ കയറുകയായിരുന്നു. ഒരു ഓൺ ഗോൾ ആയി രേഖപ്പെടുത്തിയ ഈ ഗോളിലൂടെ ഹെയ്തിയാണ് ആദ്യം മുന്നിലെത്തിയത്. 52 വർഷത്തിന് ശേഷമുള്ള ഹെയ്തിയുടെ ആദ്യ ലോകകപ്പ് ഗോളായിരുന്നു ഇത്. പരിക്ക് തടവിലാക്കിയ 981 ദിവസങ്ങൾക്ക് ശേഷം നെയ്മർ വീണ്ടും ഒരിക്കൽ കൂടി ബ്രസീൽ ജേഴ്സിയിൽ സ്റ്റേഡിയത്തിന് നടുവിലേക്ക് ഇറങ്ങി. ലോകകപ്പ് ഗ്രൂപ്പ് സിയിൽ ബ്രസീൽ 3-0 സ്കോട്ട്ലൻഡിനെ തോൽപ്പിച്ച മത്സരത്തിന് പകരക്കാരനായി നെയ്മറിന്റെ തിരിച്ചുവരവ്. 76ാം മിനിറ്റിൽ മെത്തയേസ് കുഞ്ഞയ്ക്ക് പകരക്കാരനായി ബ്രസീൽ കോച്ച് കാർലോ ആഞ്ചലോട്ടി നെയ്മറിനെ കളത്തിലിറക്കിയത്. ശിവഗിരി HS റേഡിയോ സ്കൂൾ വാർത്തകൾ. അറിവിന്റെ ലോകത്തേക്ക് വിസ്മയം തീർത്ത് ശിവഗിരി HSFM മെഗാ ക്വിസ് മത്സരം. സ്കൂൾ കുട്ടികളുടെ ശബ്ദമായ ശിവഗിരി HSFM റേഡിയോയുടെ ആഴ്ചയിലെ ചോദ്യങ്ങളിൽ ശരിയുത്തരം നൽകിയ കുട്ടികളെ ഉൾപ്പെടുത്തി മെഗാ ക്വിസ് മത്സരം നടത്തി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഗ്നിമ 1ാം സ്ഥാനവും 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഗ്നിജിത 2ാം സ്ഥാനവും 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അഗ്നിജ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 1ഉം 2ഉം 3ഉം സ്ഥാനം നേടിയവർ സഹോദരങ്ങളാണെന്ന കാര്യം എടുത്തു പറയേണ്ടതാണ്. അക്കങ്ങളുടെ ലോകത്തേക്ക് കുട്ടികളെ നയിക്കാൻ ഇനി ഗണിത ക്ലബും. ശിവഗിരി HSL 2026-27 അധ്യയന വർഷത്തെ സ്കൂൾ ഗണിത ക്ലബ് ഉദ്ഘാടനം ചെയ്തു. സ്കൂളിലെ UP ഗണിത ക്ലബ് കൺവീനറായ ലക്ഷ്മിപ്രിയ സ്വാഗതം പറഞ്ഞു. ഗണിത ക്ലബിന്റെ ഉദ്ഘാടനം 2019 നാഷണൽ എഡ്യൂക്കേഷൻ അവാർഡ് വിന്നറായ ഡോക്ടർ അജിത ടീച്ചർ നിർവഹിച്ചു. തന്റെ കുട്ടികളുടെ പല അനുഭവങ്ങളും ടീച്ചർ കുട്ടികളിലേക്ക് പങ്കുവച്ചു.
ഗണിതത്തെക്കുറിച്ചുള്ള അറിവും ഗണിതപഠനം എളുപ്പമാക്കാനുള്ള വഴികളും ഡോക്ടർ രജിത കുട്ടികളിലേക്ക് പകർന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് വി മായാദേവി, സംസ്കൃതം അധ്യാപകനായ അഖിൽ, സ്റ്റാഫ് സെക്രട്ടറി അപർണ എന്നിവർ ആശംസ പ്രസംഗം നടത്തി. സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന അപർണ സുനിൽ നന്ദിയും രേഖപ്പെടുത്തി. സംസ്കൃത പഠനത്തിന് പുതിയ തുടക്കം. ശിവഗിരി HSS സംസ്കൃത ക്ലബ് ഉദ്ഘാടനം നടന്നു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് വി മായാദേവി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സംസ്കൃതം അധ്യാപകനായ അഖിൽ, അറബിക് അധ്യാപികയായ സാബ്ര, മലയാളം അധ്യാപികയായ ബിന്ദി, ഗണിത അധ്യാപികയായ അക്ഷര, സ്റ്റാഫ് സെക്രട്ടറി അപർണ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഉദ്ഘാടന ക്രമത്തോടനുബന്ധിച്ച് സ്കൂൾ കുട്ടികളുടെ വിവിധ പരിപാടികൾ ഉണ്ടായിരുന്നു. ഉദ്ഘാടന ക്രമത്തിന്റെ സന്തോഷത്തിനായി സ്കൂൾ കുട്ടികൾക്ക് മധുരപലഹാരം നൽകി. സ്കൂളിൽ സംസ്കൃതം പഠനത്തിന്റെ ഒരു പുതിയ ചവിട്ടുപടി കൂടിയാണിത്. സംഗീത ലോകത്തേക്ക് വിസ്മയം തീർത്ത് ശിവഗിരി HSS. ശിവഗിരി HSS 2026-27 അധ്യയന വർഷത്തെ സ്കൂൾ സംഗീത ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് വി മായാദേവി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സ്കൂളിൽ സംസ്കൃതം അധ്യാപകനായ അഖിൽ ആശംസാ പ്രസംഗം നടത്തി. ഉദ്ഘാടന കർമ്മത്തോടനുബന്ധിച്ച് സ്കൂൾ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഗാനാലാപനം ഉണ്ടായിരുന്നു. സ്കൂളിലെ അധ്യാപികയായ അപർണ രാജാണ് സംഗീത ക്ലബിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകിയത്. ചരിത്രവും സമൂഹവും തൊട്ടറിഞ്ഞ സോഷ്യൽ സയൻസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ശിവഗിരി HSS 2026-27 അധ്യയന വർഷത്തെ സ്കൂൾ സോഷ്യൽ സയൻസ് ക്ലബ്ബ് ഉദ്ഘാടനം ചെയ്തു. ഹയർ സെക്കൻഡറി സ്കൂൾ പൊളിറ്റിക്കൽ സയൻസ് അധ്യാപികയായ ജീന ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. തന്റെ അധ്യാപക ജീവിതത്തിലെ പല അനുഭവങ്ങളും ടീച്ചർ കുട്ടികളിലേക്ക് പങ്കുവച്ചു. സ്കൂൾ ഹെഡ് മിസ്ട്രസ് വി മായാദേവി അധ്യക്ഷത വഹിച്ചു. സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകനായ കണ്ണൻ കണക്റ്റിംഗ് കമ്മ്യൂണിറ്റി സസ്റ്റെയിനിങ് അവർ വേൾഡ് എന്ന പ്രമേയം ക്ലബിന് നൽകി. സ്റ്റാഫ് സെക്രട്ടറി അപർണ ആശംസാ പ്രസംഗം നടത്തി. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. സിക്സർ അടിച്ച് CR7, 6 ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ഏക താരം. കൂട്ടപ്പൊരിച്ചിൽ. കോർപ്പറേഷനിൽ സത്യപ്രതിജ്ഞ ബോധവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധത്തിന് പിന്നാലെ മേയറുടെ ചേംബറിന് മുന്നിൽ LDF BJP കൗൺസിലർമാർ ഏറ്റുമുട്ടി. ജൂലൈ 1 മുതൽ ഇരിട്ടിയിൽ പുതിയ ഗതാഗത പരിഷ്കരണം. പാക് വ്യോമപാതയിൽ പ്രവേശിച്ച് എയർ ഇന്ത്യ വിമാനം. 52 വർഷത്തിന് ശേഷമുള്ള ഹെയ്ദിയുടെ ആദ്യ ലോകകപ്പ് ഗോൾ. മൊറോക്കോയ്ക്ക് തകർപ്പൻ ജയം. പരിക്ക് തടവിലാക്കിയ 981 ദിവസങ്ങൾക്ക് ശേഷം നെയ്മർ വീണ്ടും ഒരിക്കൽ കൂടി ബ്രസീൽ ജേഴ്സിയിൽ സ്റ്റേഡിയത്തിന് നടുവിലേക്ക് ഇറങ്ങി. അറിവിന്റെ ലോകത്തേക്ക് വിസ്മയം തീർത്ത് ശിവഗിരി HSFM മെഗാ ക്വിസ് മത്സരം. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവസാനിച്ചു. ശിവഗിരി HS റേഡിയോ കേൾക്കൂ, സമ്മാനങ്ങൾ നേടൂ. ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. പോയ വാരത്തിലെ വിജയി മിത്ര R8C. പോയ വാരത്തിലെ ചോദ്യവും ഉത്തരവും. പ്രതിപക്ഷ നേതാവാര്? ഉത്തരം പിണറായി വിജയൻ. ശിവഗിരി HS റേഡിയോ ആഴ്ചയിലെ ചോദ്യം. ബ്രസീൽ ടീമിന്റെ കോച്ചാര്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. ഈ ആഴ്ചത്തെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കേൾക്കാം. ശിവഗിരി HS റേഡിയോ.